അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പോൾ തന്നെ ഞാൻ വന്നത് കുറച്ച് രാവിലത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും കടി, ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഞാൻ ചായൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി കുറച്ച് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിക്കോട്ടോ കേട്ടോ. നല്ലോണം അരക്കണേ അരി നല്ലോണം അരിഞ്ഞിക്കുകയാണെങ്കിൽ നല്ല ദോശയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു വിറയിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക, ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കുറച്ച് പാർന്ന് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ദോശയായി കിട്ടും നല്ലോണം അരിഞ്ഞ് കിട്ടിയിരിക്കുകയാണെങ്കിൽ. അരി നല്ലോണം അരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ദോശ ചുടുമ്പോൾ ഒരു ഉറപ്പായി കേട്ടോ, അതത്ര ടേസ്റ്റ് കിട്ടൂല. നല്ലോണം അരിഞ്ഞോട്ടെ, നല്ലോണം അരിച്ചിങ്ങനെ ദോശ ചുട്ടുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ ദോശ കിട്ടും, നല്ല ടേസ്റ്റുമാണിത്. ഇതിൽ തളിച്ച വെള്ളമോ ചുടുവെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ, ഇതങ്ങനെ തന്നെ കലക്കി ചുട്ടാൽ മതി. അപ്പോൾ ഞാൻ ദോശക്ക് ഇതാക്കണ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കും കേട്ടോ. ഈ ദോശക്ക് കറിയൊന്നും വേണമെന്നില്ല, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണിത്. ചൂടോടൊക്കെ ഇങ്ങനെ ചുട്ടുങ്ങാനി തിന്നാണെങ്കിൽ കട്ടൻ ചായ മാത്രം മതി കേട്ടോ, കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാൻ 2 ദോശയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ട്, അപ്പോൾ തപ്പേരിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടൊന്ന് അരിഞ്ഞൊക്കെ ഇട്ടോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ പോക്കി കൈയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താൽ ചോപ്പറിലിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അധികം ചെറുതാക്കണ്ട, ഒരു വിധം ചെറുതാക്കിയാൽ മതി. അപ്പോൾ തോന വലുതാക്കിയാണെങ്കിൽ ഇതിലും ഇങ്ങോട്ട് കറങ്ങി കിട്ടൂലല്ലോ. അപ്പോൾ അതിൻ്റെ മട്ടത്തിനൊക്കെ ആക്കി കൊടുത്താൽ അതിലിട്ടൊന്ന് കറക്കിയെടുത്താൽ 2 പ്രാവശ്യം കറക്കിക്കുകയാണെങ്കിൽ ഉപ്പേരിയായി കിട്ടുമല്ലോ. ഇതിങ്ങനെ മുറിച്ചിട്ട് ഊത്തിരിക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഇതിലിടാന്ന് വിചാരിച്ചിങ്ങനെ അങ്ങനെ ഇട്ടിങ്ങനെ കറക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിലിട്ട് കറക്കി എടുക്കുകയാണെങ്കിലൊക്കെ നല്ലോണം ആയി കിട്ടും, നല്ല ചെറുതായിട്ട് കിട്ടും. അപ്പോൾ വേഗം ആയി കിട്ടുകയും ചെയ്യും. കുറച്ച് നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകും കരിവേപ്പും ഒക്കെ ഇട്ടിങ്ങാനി പൊട്ടിച്ചതിൻ്റെ ശേഷം ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിങ്ങാനി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശേഷം പച്ചമുളകും തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും ചെറിയുള്ളിയും തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ടിങ്ങാനി ഒന്ന് മിക്സിൻ്റെ ജാറിനൊന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം വെന്തിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ കൊടുത്തുകയാണെങ്കിൽ ഇനി കറിയൊന്നും വേണ്ട, ചോറിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെണ്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ വെണ്ട കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതക്കിയിട്ട് കൊടുത്ത് വെണ്ടയിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ടുങ്ങാനി നല്ലോണം വഴറ്റി കൊടുക്കുക. പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തുങ്ങാനി ലേശം ചുടുവെള്ളവും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കിയായിട്ട് ഇളക്കിങ്ങാനിയായിട്ട് മൂടി വെച്ച് കൊടുത്താൽ അതാണ് വേവട്ടെ. വെണ്ടാണല്ലോ, വേവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വെണ്ട വെക്കുമ്പോൾ വെണ്ട ഫസ്റ്റിലൊന്ന് വറുത്തുങ്ങാനി ചൂടാക്കിങ്ങാനിയൊക്കെ വെക്കലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അത് ആദ്യം ഇട്ടുങ്ങാനി ഒരു കുറച്ചൊക്കെ ഒന്ന് ഇളക്കീന്, പിന്നെ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടുങ്ങാനി അങ്ങനെ ഒന്നിച്ചാട്ട് വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാക്കണം, അന്ന് ചെറിയ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതൊന്ന് മുറിച്ചിങ്ങാനിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുങ്ങാനി ഒന്ന് പുരട്ടിങ്ങാനി പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.